അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ നമ്മുടെ ചരിത്ര വിവരണം മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരന്മാരിൽ ഒരാളായിരുന്നു കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജീവിതം സത്യസന്ധതയുടെയും പശ്ചാത്താപത്തിന്റെയും ഒരു ഉത്തമ മാതൃകയായി ഇസ്ലാമിക ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്നു. ആദ്യകാല ജീവിതം മദീനയിലെ പ്രമുഖ ഗോത്രമായ ഹസ്രജിലെ ബനു സലമ ഗോത്രത്തിലെ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ജനിച്ചത്. ചെറുപ്പം മുതലേ കവിതാ വാസനയുണ്ടായിരുന്ന അദ്ദേഹം ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സത്യവിശ്വാസം സ്വീകരിച്ചു. രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തവരിൽ ഒരാളായിരുന്നു അദ്ദേഹം. പ്രവാചകന്റെ വരവിനായി കാത്തിരുന്ന മദീനയിലെ അൻസ്വാരികളിൽ പ്രമുഖനായിരുന്നു ഇദ്ദേഹം. ഇസ്ലാമിനു വേണ്ടി തന്റെ കവിതകൾ ഉപയോഗിച്ച് ശക്തമായി പ്രതിരോധിക്കുകയും ശത്രുക്കൾക്ക് മറുപടി നൽകുകയും ചെയ്തു. അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ കവി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. തബൂക്ക് യുദ്ധവും പശ്ചാത്താപവും കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. തബൂക്ക് യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തതിലെ പിഴവ് ഹിജ്റ 9-ാം വർഷം നടന്ന ഈ യുദ്ധത്തിൽ സാമ്പത്തികമായി ഭേദപ്പെട്ട നിലയിലായിരുന്നിട്ടും യാത്രക്കുള്ള ഒരുക്കങ്ങൾ പലതവണ മാറ്റിവെച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. യുദ്ധം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ തിരിച്ചെത്തിയപ്പോൾ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിന്ന ആളുകൾ ഓരോരുത്തരായി നിന്ന് വ്യാജ കാരണങ്ങൾ നിരത്തി മാപ്പപേക്ഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കാരണങ്ങൾ സ്വീകരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നേരെ പ്രവാചകന്റെ അടുത്ത് ചെല്ലുകയും ഒരു കാരണവുമില്ലാതെയാണ് താൻ വിട്ടുനിന്നതെന്ന് സത്യസന്ധമായി തുറന്നു പറയുകയും ചെയ്തു. അദ്ദേഹത്തെ കൂടാതെ മുറാറത്ത് ബിൻ റബീഅ, ഹിലാൽ ബിൻ ഉമയ്യ എന്നീ 2 സ്വഹാബികൾ കൂടി ഇതേ സത്യസന്ധത കാണിച്ചു. വേദനയുടെ 50 ദിനങ്ങൾ സത്യം തുറന്നു പറഞ്ഞ ഈ 3 പേരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷയായി ബഹിഷ്കരിക്കാൻ കൽപ്പിച്ചു. 50 ദിവസം നീണ്ടുനിന്ന കഠിനമായ പരീക്ഷണമായിരുന്നു അത്. അവരുമായി സംസാരിക്കുന്നതും ഇടപഴകുന്നതും ആളുകൾ ഒഴിവാക്കി. 40 ദിവസം കഴിഞ്ഞപ്പോൾ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഭാര്യയുമായി പോലും അകന്നു നിൽക്കാൻ കൽപ്പിക്കപ്പെട്ടു. ഈ പരീക്ഷണകാലത്ത് ശത്രു രാജാവിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കത്ത് ലഭിച്ചു. അതിൽ നിന്റെ നേതാവിനാൽ നീ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ചേരുക എന്നായിരുന്നു എഴുതിയിരുന്നത്. എന്നാൽ ഈ പരീക്ഷണകാലത്തും കഅബ് ബിൻ റളിയല്ലാഹു അൻഹു അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ആ കത്ത് തീയിലേക്ക് എറിയുകയും ചെയ്തു. സത്യസന്ധതയുടെ വിജയം. 50 ദിവസങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അവർക്ക് മാപ്പ് ലഭിച്ചുകൊണ്ടുള്ള സൂറത്ത് തൗബയിലെ 118-ാം വചനം അവതരിപ്പിച്ചു. ഈ സന്തോഷ വാർത്ത അറിയിക്കാനായി ഒരു സ്വഹാബി ഓടിയെത്തി. ഈ വിവരം അറിഞ്ഞപ്പോൾ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സന്തോഷത്താൽ സുജൂദിൽ വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം സന്തോഷം കൊണ്ട് ചന്ദ്രനെ പോലെ പ്രകാശിച്ചിരുന്നതായി അദ്ദേഹം പിന്നീട് ഓർത്തെടുത്തു. ഈ സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറി. സത്യസന്ധതയും അള്ളാഹുവിനോടുള്ള പ്രതിബദ്ധതയും കാരണം അദ്ദേഹത്തിന്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചു. പ്രവാചകന്റെ വിയോഗത്തിന് ശേഷവും 4 പതിറ്റാണ്ടോളം ജീവിച്ച കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിരവധി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും പശ്ചാത്താപത്തിന്റെയും പാഠങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന് നൽകിക്കൊണ്ട് ഇന്നും പ്രചോദനമായി നിലകൊള്ളുന്നു.